ഒരു രാജ്യത്തെ സംരക്ഷിക്കേണ്ട സൈനിക ശക്തിയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയാൽ എന്ത് ചെയ്യും? അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നത്. നിരവധിയായിട്ടുള്ള തീവ്രവാദികളാണ് ബംഗ്ലാദേശ് എയർഫോഴ്സിൽ നുഴഞ്ഞ് കയറിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ബംഗ്ലാദേശിന് ഇതിന് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഒരു പോംവഴി എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള പല റെയ്ഡുകളൊക്കെ ആരംഭിച്ചു എന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ബംഗ്ലാദേശ് സൈന്യത്തിലെ, അതായത് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് എയർഫോഴ്സ് BAF നിരവധി തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥന്മാരെ ഇൻഡോക്ട്രിനേഷൻ നടത്തി ഒരു തീവ്രവാദ സംഘടന, അതായത് തേരിക്ക് താലിബാൻ പാകിസ്ഥാൻ TTP, അവരാണ് ബംഗ്ലാദേശിന്റെ എയർഫോഴ്സിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. അത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിനെ തുടർന്ന് ബംഗ്ലാദേശ് എയർഫോഴ്സിന്റെ പല സെന്ററുകളിൽ, അതായത് ധാക്കയിലും ചിറ്റഗോങ്, കോക്സ് ബസാർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള എയർഫോഴ്സിന്റെ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇന്റലിജൻസ് റെയ്ഡുകൾ നടക്കുകയും നിരവധി ആൾക്കാരെ, ഒരു 10-40ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന. അതിൽ സ്ക്വാഡ്രൺ ലീഡർ പദവി തൊട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഉന്നത റാങ്കാണ് സ്ക്വാഡ്രൺ ലീഡർ എന്ന് പറയുന്നത്. അത് സ്ക്വാഡ്രൺ ലീഡർ കഴിഞ്ഞാൽ നേരെ മുകളിലെ എയർ വൈസ് മാർഷലാണ്. അങ്ങനെ അത്തരം ആ ഒരു പദവിയിലിരിക്കുന്നവർ തൊട്ട് താഴോട്ട് ഉള്ള നിരവധി ആൾക്കാർ അറസ്റ്റിലാകപ്പെടുകയും ചിലരൊക്കെ രാജ്യം വിട്ട്, ഈ റെയ്ഡ് നടക്കുന്ന കണ്ടുകൊണ്ട് അവർ പെട്ടെന്ന് രാജ്യം വിട്ട് പുറത്തു പോവുകയും ചെയ്തു എന്ന് പറയും. അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ, അദ്ദേഹം ഇതിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചതില് മുൻ ബംഗ്ലാദേശ് ഭരണാധികാരി മുഹമ്മദ് യൂനിസിനെ നിസ്തുലമായ ഒരു ഒരു സേവനമാണ് അദ്ദേഹം തീവ്രവാദവാദികൾക്ക് നടത്തിയത്. അയാള് ബംഗ്ലാദേശിന്റെ സമസ്ത മേഖലകളിലും തീവ്രവാദികളെ അയാൾ തിരികെ കയറ്റി. അതായത് ബംഗ്ലാദേശിന്റെ അടിസ്ഥാന ശിലകൾക്ക് ഇളക്കം തട്ടുന്ന പ്രവൃത്തികളിൽ അയാൾ ഏർപ്പെട്ടു. അമേരിക്കയുടെ ഒരു ചാരനും അമേരിക്കയുടെ ഒരു പാവയുമായ മുഹമ്മദ് യൂനിസ് നടത്തിയ ഈ പിത്തലാട്ടങ്ങൾ, അതായത് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ എതിരെ നടത്തിയ പിത്തലാട്ടങ്ങളും ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ അയാൾ ബംഗ്ലാദേശിനെ അടുത്ത ഒരു വിഭജനവും കൂടെ ബംഗ്ലാദേശിൽ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തള്ളിയിട്ടിരിക്കുന്നു. അവിടെ വലിയ പോലീസ് റെയ്ഡും ഇന്റലിജൻസ് റെയ്ഡും ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഗൾഫിലൊക്കെയുള്ള ചില ബംഗ്ലാദേശികളൊക്കെ പറയുന്നത് അവരെയൊക്കെ തന്നെ അവിടെ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലുള്ള ബംഗ്ലാദേശികളെ തന്നെ ഇന്റലിജൻസ് ഏജൻസീസ് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇവരൊക്കെ തന്നെ ഈ പറയുന്ന വിഘടനവാദികൾക്ക് ഫണ്ടിങ് നടത്തിയവരുണ്ട്. ചിലരൊക്കെ പേടിച്ചാണ് പൈസ കൊടുത്തിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ മുഹമ്മദ് യൂനിസിന്റെ കാലത്ത് ബംഗ്ലാദേശിൽ അവർ പരസ്യമായിട്ട് അത് ചെയ്യുകയും അതിനെ തുടർന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തു. ഇതിൻ്റെ ഇതൊരു തിരിച്ചറിയുന്നതിനെ കുറിച്ച് പറയുന്നത്, ബംഗ്ലാദേശിലെ ഒരു സൈനിക എയർഫോഴ്സിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അയാളെ പെട്ടെന്ന് കാണാതാകും. അങ്ങനെ അയാൾക്ക് വേണ്ടി ബംഗ്ലാദേശ് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ അന്വേഷണം നടത്തുന്നു. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ അവർ കണ്ടെത്തുന്നത് ഇയാള് രാഷ്ട്രം വിട്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ ഇയാളുടെ ട്രേസ് ചെയ്തപ്പോൾ ഇയാൾ പാകിസ്ഥാനിലേക്കാണ് പോയത് എന്ന് തിരിച്ചറിയും. പാകിസ്ഥാനിലേക്ക് പോയ ഈ വ്യക്തിയെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ബംഗ്ലാദേശ് സർക്കാർ പിടികൂടിയത് ഖൈബർ പക്തൂൺവ എന്ന് പറയുന്ന വടക്ക് പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാൻ കൂടെ ചേർന്ന് കിടക്കുന്ന പ്രവിശ്യയിൽ നിന്നാണ്. അപ്പോഴാണ് അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗ്ലാദേശിൽ തേരിക്ക് താലിബാൻ പാകിസ്ഥാൻ TTP വലിയ രീതിയിൽ എയർഫോഴ്സിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള സത്യം അയാൾ പുറത്തുവിടുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഏപ്രിൽ 20-നാണ് ഈ റെയ്ഡുകൾ നടന്നത്. ഈ റെയ്ഡുകളെ തുടർന്ന് ആദ്യം ധാക്കയിലെ 2 എയർഫോഴ്സ് കേന്ദ്രങ്ങളിലായിരുന്നു നടന്നത്. പിന്നീട് ചിറ്റഗോങ്ങിൽ റെയ്ഡ് നടന്നു. പിന്നീട് അത് കോക്സ് ബസാർ, ചിറ്റഗോങ്ങിനടുത്തുള്ള ഒരു പ്രദേശമാണ്, അവിടെ നടന്നു. അതിൽ നിന്നൊക്കെ നിരവധി ആൾക്കാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ പല പത്രങ്ങളും ഈ വാർത്തയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ വടക്കുകിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത പിന്നീട് വന്നിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു
ഞെട്ടിപ്പിക്കുന്ന സംഭവമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. ഇതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ചിലരൊക്കെ പറയുന്ന ഒരു കാര്യവും, അതായത് ഇവരുടെ ആത്യന്തിക ലക്ഷ്യം ബംഗ്ലാദേശിന്റെ ഡ്രോണുകളും ബംഗ്ലാദേശിന്റെ എയർഫോഴ്സിന്റെ കൈവശമുള്ള മിസൈലുകളും ഒക്കെ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുകയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇടപെടുകയും ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. അത് പാകിസ്ഥാൻ സർക്കാരിന്റെ അറിവോടുകൂടിയാണ്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയത് പാകിസ്ഥാൻ സർക്കാർ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, തുർക്കിയിൽ നിന്നും ഡ്രോണുകൾ, അതായത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ബൈറക്ടർ TP ഡ്രോണുകൾ ബംഗ്ലാദേശ് കരസ്ഥമാക്കിയിരുന്നു. ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുകയും ഇന്ത്യ അങ്ങനെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുക ആയിരുന്നു ഇവർക്കുണ്ടായിരുന്ന ഗൂഢലക്ഷ്യം. അതോടൊപ്പം തന്നെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ആയുധമണിയിക്കാനും റോഹിംഗ്യൻ അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാരെ ഇന്ത്യയിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യാനും, അതുപോലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിലും നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെയുള്ള വിഘടന ഗ്രൂപ്പുകളെ, ആസാം വരെയുള്ള വിഘടന ഗ്രൂപ്പുകൾക്ക് സഹായം കൊടുക്കാനും ഒക്കെയുള്ള വിപുലമായ ഒരു പദ്ധതിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയെ കാണാതായതിനെ തുടർന്ന് നടന്ന അന്വേഷണമാണ് ഈ വിപുലമായ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു സൂചന പുറത്തുവിടുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു മറ്റൊരു ചോദ്യമുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് അമേരിക്കയുടെ വലിയൊരു അട്ടിമറി നടത്തുന്ന രാജ്യാന്തര തലത്തിൽ അട്ടിമറി നടത്തുന്ന അമേരിക്കയുടെ കൂലിപ്പട്ടാള തലവനായ വാൻ ഡൈക്ക് എന്ന് പറയുന്ന ആളിനെ ഇന്ത്യ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഈ വാൻ ഡൈക്കിന്റെ അറസ്റ്റ്, അതുപോലെ തന്നെ മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ധാക്കയിലെ വെസ്റ്റ് എൻഡ് ഹോട്ടലിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈന്യത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കേണൽ ആർവിൽ ജാക്സന്റെയും അതുപോലെ വാൻ ഡൈക്കിന്റെയും ഒക്കെ റോളുകൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വേണം വായിക്കേണ്ടത്. ഇവര് മിലിറ്ററി ട്രെയിനിങ് കൊടുക്കാനാണ് അവിടെ എത്തിയത്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ സൈന്യത്തിൽ നുഴഞ്ഞു കയറി എന്നുള്ളത് മാത്രമല്ല, അവർക്ക് മറ്റാരുടെയൊക്കെയോ സഹായവും അവർക്ക് മറ്റാരുടെയോ ട്രെയിനിങ്ങും കിട്ടി. അത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ CIA ഒരു റോള് വളരെ കൃത്യമാണ്. കാരണം ഈ ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളിലും മ്യാൻമാറിന്റെ ഇന്ത്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവിടെ തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ബംഗ്ലാദേശ് സൈന്യത്തിന്റെ തന്നെ ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് പങ്കാളികളാക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് വെറും പാകിസ്ഥാന്റെ റോളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. കാരണം പാകിസ്ഥാൻ ഇത്രയധികം ആസൂത്രണം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ അവര് ഇന്ത്യയുടെ കാശ്മീരിലൊക്കെ ഇതിനേക്കാൾ എത്രയോ വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചേനെ. അവർക്ക് എത്രയോ വലിയ പ്രതിസന്ധികൾ ഇന്ത്യക്ക് സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ പരിമിതിയുണ്ട്. ഇവിടെ തെളിഞ്ഞു വരുന്ന ഒരു സത്യം, ഈ അട്ടിമറി പ്രവർത്തനങ്ങൾ, ഈ വിധ്വംസക പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം ഇത്തരക്കാരെയൊക്കെ അവിടെ നിന്നും തുരത്തുമ്പോൾ വീണ്ടും അമേരിക്ക മറ്റൊരു കലാപവുമായിട്ട് ബംഗ്ലാദേശിൽ എത്തുമോ? അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ അധികാരം ഏറ്റെടുക്കുന്ന BNP സർക്കാരിനെ വീണ്ടും അട്ടിമറിക്കപ്പെടുമോ? ഇടയ്ക്ക് ബംഗ്ലാദേശ് സൈന്യത്തലവനെ അട്ടിമറിക്കാനായിട്ടൊരു ശ്രമം നടന്നിരുന്നു. അപ്പൊ അന്ന് ഇന്ത്യയാണ് അയാൾക്ക് രഹസ്യവിവരം നൽകി വിദേശത്തായിരുന്ന ഈ വ്യക്തി വേഗം തിരിച്ചെത്തിയത്. ആഫ്രിക്കയിൽ സന്ദർശനത്തിന് അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിനെ അട്ടിമറിക്കാനായിട്ട് അവിടെ ഒരു ഗൂഢാലോചന നടന്നിരുന്നു. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് സൈന്യത്തലവൻ അട്ടിമറിക്കപ്പെടാതിരുന്നതാണ് മുഹമ്മദ് യൂനസ് ഇപ്പോഴെങ്കിലും ഇലക്ഷൻ നടത്താൻ തയ്യാറായതും അങ്ങനെ ഒരു ജനാധിപത്യ സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിൽ എത്തിയതെന്നുമാണ് ഞാൻ കരുതുന്നത്. ബംഗ്ലാദേശ് സൈന്യം മുഹമ്മദ് യൂനസിനൊപ്പം ആയിരുന്നെങ്കിൽ മുഹമ്മദ് യൂനസ് ഒരു കാലത്തും ഇലക്ഷൻ നടത്തില്ലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ നാഷണൽ സിറ്റിസൺ പാർട്ടിയും അടങ്ങുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിന് അയാൾ ഭരണം കൊടുക്കുമായിരുന്നു. അത് സംഭവിക്കാതിരുന്നത് ബംഗ്ലാദേശിലെ സൈന്യം
ഉം. ബംഗ്ലാദേശിലെ വിഘടനവാദികൾക്കൊപ്പമല്ലായിരുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശ് സൈന്യം ഒരിക്കലും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തെ മറക്കുന്നില്ല. ബംഗ്ലാദേശ് സൈന്യം ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സൈനികർ നടത്തിയ അതിക്രമങ്ങൾക്ക് ഇതുവരെ മാപ്പ് കൊടുത്തിട്ടില്ല. ഉം. ആ ഒറ്റ കാരണം കൊണ്ടാണ് ബംഗ്ലാദേശിൽ വീണ്ടും ജനാധിപത്യ സർക്കാർ തിരിച്ചു വന്നത്. ഉം. ബംഗ്ലാദേശിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ പലപ്പോഴും ജനാധിപത്യ സർക്കാരിന് വാഴാൻ അവസരമുണ്ടായില്ല. ശരിക്കും 2010 ശേഷമാണ് സ്ഥിരതയുള്ള ഒരു ഭരണകൂടം, ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം അവിടെ നിലവിൽ വന്നത്. അതിനു മുമ്പ് 1-2 വർഷം കഴിയുമ്പോൾ പട്ടാള അട്ടിമറിയും വിപ്ലവവും ഒക്കെ ആയി പ്രസിഡന്റിനെയും കൊല്ലും, പ്രധാനമന്ത്രിയെയും കൊല്ലും, അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ബംഗ്ലാദേശിന്റെ. നമുക്കിപ്പോൾ സംശയിക്കേണ്ടത് വീണ്ടും ബംഗ്ലാദേശ് അത്തരം ഒരു രാഷ്ട്രീയ അനിശ്ചിത അവസ്ഥയിലേക്ക് തിരികെ പോകും. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഈ സ്വാധീനം എത്രമാത്രം ബംഗ്ലാദേശ് സൈന്യത്തിലുണ്ട്, അത്തരക്കാരായിട്ടുള്ള സൈന്യത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ കണ്ടെത്തി പുറത്താക്കാൻ ബംഗ്ലാദേശിന്റെ സൈന്യത്തിന് ഇപ്പോഴത്തെ ഇന്റലിജൻസ് ഓപ്പറേഷൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുടെ അതിന്റെ ഫലം അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞു വരുന്നത്, അതുപോലെ അതിനനുസരിച്ചായിരിക്കും ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെയും അതുപോലെ ഈ പുതിയ സംഭവവികാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു.